സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജി. ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയനാര്? KPR ഗോപാലൻ. ഗാന്ധിജിയുടെ ശക്തമായ സമരായുധമായിരുന്നു സത്യാഗ്രഹം. ഇന്ത്യയിൽ ആദ്യമായി അത് നടത്തിയത് 1917 ചമ്പാരനിലായിരുന്നു. ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ആഘോഷത്തിമിർപ്പിൽ നിന്ന് വിട്ടുനിന്ന് ഗാന്ധിജി ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ദൂരെ ഒരു ഗ്രാമത്തിലായിരുന്നു. എവിടെയായിരുന്നു ഗാന്ധിജി? നവഖാലി. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ആര്? ബാരിസ്റ്റർ GP പിള്ള. 1954 മാർച്ച് 12 നിലവിൽ വന്ന കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനാര്? ജവഹർലാൽ നെഹ്റു. നെഹ്റു ഏറ്റവുമധികം ഇഷ്ടപ്പെട്ട കാർട്ടൂണിസ്റ്റ് ആരായിരുന്നു? ശങ്കർ. നെഹ്റുവിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം ഏത്? 1955. ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയതാര്? ജവഹർലാൽ നെഹ്റു. നെഹ്റു മകൾ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളുടെ സമാഹാരമായ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്ത സാഹിത്യകാരൻ ആര്? മുൻഷി പ്രേംചന്ദ്. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത ആരുടേതാണ്? NV കൃഷ്ണവാര്യർ. ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധിജി കൈസറി ഹിന്ദ് ബഹുമതി തിരിച്ചു നൽകിയത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഉപ്പിൻ്റെ നികുതിക്കെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 1930 മാർച്ച് 11 ആരംഭിച്ച് ഏപ്രിൽ 6 ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘനം നടത്തിയത് ഏത് കടപ്പുറത്ത് വെച്ചായിരുന്നു? ദണ്ഡി കടപ്പുറം. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത്? രണ്ടാം വട്ടമേശ സമ്മേളനം. 1932 ഒക്ടോബർ 5 ജയിലിൽ നിന്നും ഗാന്ധിജി കേരളത്തിലെ ഒരു സ്വാതന്ത്ര്യ സമര പോരാളിക്ക് കത്തെഴുതുകയുണ്ടായി. ആ കത്തിൽ ചർക്കയും നൂൽപ്പും ഒരു ടോണിക്കാണെന്ന് കുറിക്കുന്നു. ആർക്കാണ് ഗാന്ധിജി ആ കത്ത് എഴുതിയത്? MP നാരായണ മേനോൻ. ഇരുട്ടിനെ തുളച്ചിറങ്ങിയ പ്രകാശരശ്മിയായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റു. നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു? 57 വയസ്സ്. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇന്ത്യക്കുള്ള സ്ഥാനം ഉറപ്പിക്കുന്നതിനായി നെഹ്റു ആവിഷ്കരിച്ച വിദേശനയം ചേരിചേരാ നയം.
പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വള്ളം കളിയുടെ ഇപ്പോഴത്തെ പേരെന്ത്? നെഹ്റു ട്രോഫി വള്ളംകളി. ഞാൻ പോയാൽ അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കുമെന്ന് എനിക്കറിയാം. 1941 ജനുവരി 15 AICC മുമ്പാകെ ഗാന്ധിജി പ്രസംഗിച്ചത് ആരെ ഉദ്ദേശിച്ചിട്ടാണ്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ രൂപം കൊടുത്ത സംഘടന ഏത്? നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ആര്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നതെന്ന്? 1920. ഗാന്ധി വെടിയേറ്റു മരിച്ചതെന്നാണ്? 1948 ജനുവരി 30. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? രാജ്ഘട്ട്. പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ 1946 സെപ്റ്റംബറിൽ രൂപവൽക്കരിച്ച ഇടക്കാല മന്ത്രിസഭയിൽ നെഹ്റുവിൻ്റെ പദവി എന്തായിരുന്നു? ഉപാധ്യക്ഷൻ. ശാന്തിനികേതൻ സ്ഥാപിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. നെഹ്റു അന്തരിച്ചത് എന്ന്? 1964 മെയ് 27. നെഹ്റുവിൻ്റെ സമാധി സ്ഥലം ഏതാണ്? ശാന്തിവനം. UNO ആദ്യമായി പതാക താഴ്ത്തിക്കെട്ടിയത് ആരുടെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു? ഗാന്ധിജിയുടെ. ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കീർത്തി മന്ദിർ. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നതാര്? ബാബ ആംതെ. ഗാന്ധിജിയുടെ ജീവചരിത്രം മലയാളത്തിൽ ആദ്യമായി എഴുതിയതാര്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഗാന്ധിജിയുടെ ഇഷ്ടപ്രാർത്ഥനാഗീതമായ വൈഷ്ണവ ജനതോ രചിച്ച ഗുജറാത്തി കവി ആരാണ്? നരസിംഹ മേത്ത. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാര്? ജവഹർലാൽ നെഹ്റു. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നു എന്ന് പറഞ്ഞതാര്? ജവഹർലാൽ നെഹ്റു. കുട്ടികൾ കഴിഞ്ഞാൽ നെഹ്റു ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് എന്തിനെയായിരുന്നു? വളർത്തുമൃഗങ്ങളെ. പഞ്ചശീല തത്വങ്ങൾ നെഹ്റു ഒപ്പുവെച്ചത് ഏതു ചൈനീസ് പ്രധാനമന്ത്രിയുമായിട്ടാണ്? ചൗ എൻ ലായ്. മോത്തിലാൽ നെഹ്റുവിൻ്റെ അലഹബാദ് നഗരത്തിലുള്ള ഭവനം ഏതു പേരിലാണ് പ്രശസ്തമായത്? ആനന്ദഭവനം. ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദർ
മുൻപ് അറിയപ്പെട്ടിരുന്ന പേര്? സുദാമാപുരി. കുചേലൻ്റെ മറ്റൊരു പേരായിരുന്നു സുദാമ. ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏത്? വാർധ വിദ്യാഭ്യാസ പദ്ധതി. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഓസ്കർ അവാർഡുകൾ ലഭിച്ച ഗാന്ധി എന്ന സിനിമയിൽ ഗാന്ധിയായി അഭിനയിച്ചത് ആര്? ബെൻ കിങ്സ്ലി. ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞ് കൂടുതൽ നല്ലവനാകുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ പ്രശസ്ത വ്യക്തി ആര്? ബർണാഡ് ഷാ. ഐക്യരാഷ്ട്രസഭ പൊതുസഭയിലെ ആദ്യ വനിതാ അധ്യക്ഷ ആരായിരുന്നു? നെഹ്റുവിൻ്റെ സഹോദരിയായ വിജയലക്ഷ്മി പണ്ഡിറ്റ്. ജവഹർലാൽ നെഹ്റുവിനെ എത്ര കടുത്ത ഭാഷയിൽ വേണമെങ്കിലും വിമർശിക്കാം, ചിത്രങ്ങൾ വരച്ച് കളിയാക്കാം, അതിലെനിക്കൊരപകടവുമില്ല. ആരുടേതാണീ വാക്കുകൾ? കാർട്ടൂണിസ്റ്റ് ശങ്കറിൻ്റേത്. ജവഹർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? രത്നം. 1947 ആഗസ്റ്റ് 15 പാർലമെൻറ്റിൽ മുഴങ്ങിയ നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേശഭക്തി ഗാനം ഏതായിരുന്നു? സാരേ ജഹാം സേ അച്ച. നെഹ്റുവിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ശാന്തിവനം ഏത് നദീതീരത്താണ്? യമുന നദി. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമൻ്റ് ചെയ്യൂ. ഗാന്ധിജി എത്രാമത്തെ വയസ്സിലാണ് വിവാഹിതനായത്?